കേന്ദ്ര സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 2000 രൂപയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോഴും ആ 2000 രൂപ നിൽക്കുക. എന്നിട്ടും അത് കൃത്യസമയത്ത് കൊടുത്തു തീർക്കുന്നില്ല. കുടിശ്ശികയിട്ടിരിക്കുക 2000 രൂപ. ഇൻസെന്റീവ് കുടിശ്ശിക കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയിൽ 40% ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 1200 രൂപ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടത് കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ് കുടിശ്ശിക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കുടിശ്ശിക അടക്കമാണ് ഇപ്പോൾ 52 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എനിക്ക് തോന്നുന്നു കേരളം മാത്രമാണ് 7000 രൂപ കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കം 1500 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. കേരളത്തിൽ ഇത് 7000 കൊടുക്കുന്നു. മറ്റ് ഇൻസെന്റീവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ 13500 എന്ന കണക്കിലേക്ക് എത്തുന്നു. 2016 വരെ ആദ്യം 500 രൂപയായിരുന്നു. പിന്നീട് 2015 അത് 600 രൂപയാക്കി മാറ്റുന്നു, 1000 രൂപയാക്കി മാറ്റുന്നു. പിണറായി സർക്കാർ വരുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ഒരു ആശാ വർക്കർക്ക് ഇൻസെന്റീവ് ഓണറേറിയമായി ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ മറ്റ് ഇൻസെന്റീവുകൾ ചേർത്ത് കിട്ടുന്ന 3000 രൂപ. ഇതെല്ലാം കൂടി ചേർത്താൽ മാത്രമാണ് ഈ 13500 രൂപ കിട്ടുക. ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട്. 11 വർഷം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു വലിയ സമരം. അന്ന് ആ സമരത്തിന് അവർ ആവശ്യപ്പെട്ടത് 500 രൂപയെങ്കിലും കൂട്ടിത്തരൂ എന്നുള്ളതാണ്. 1000 രൂപയാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അന്ന് വി. ശിവകുമാർ പറഞ്ഞത് 100 രൂപ കൂട്ടിത്തരാമെന്നാണ്.